ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സമൂഹശാസ്ത്രവുമായി റിലേറ്റഡ് ആയിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ ന്യൂ NCERT സ്റ്റാൻഡേർഡ് 10-ലെ 3rd ലെസൺ സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ഭാഗത്തുനിന്ന് നമുക്ക് എന്തായാലും ഒരു ചോദ്യം വരും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ചാപ്റ്ററിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നോക്കുക, ചുവടെ നൽകിയിരിക്കുന്ന കുറിപ്പ് നിരീക്ഷിച്ച് അനുവും കുടുംബവും നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മഴക്കാലം, നാട്ടിൽ ആർക്കും പണിയില്ല. ഞാൻ അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ അച്ഛന്റെ കൂടെ ഞാനും കടയിൽ പോയി. അച്ഛനെ കാണേണ്ട താമസം. മുൻപ് സാധനങ്ങൾ കടം വാങ്ങിയ വകയിൽ കുറേയേറെ പണം കൊടുക്കാനുണ്ടെന്ന് കടക്കാരൻ ഓർമ്മിപ്പിച്ചു. കയ്യിൽ കരുതിയ പണം അച്ഛൻ അദ്ദേഹത്തിന് നൽകി. അച്ഛൻ അന്ന് കുറെ വിഷമിച്ചു. 1 രൂപ പോലും എന്ത് വിലയാണ്, അല്ലെ, 1 രൂപയ്ക്ക് പോലും എന്ത് വിലയാണ്. പണമില്ലാത്തതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം. എല്ലാം നേരെയാകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ ഈ ഒരു കുട്ടിയുടെ കുറിപ്പാണ്. അപ്പൊ ഇതിൽ ഇവരുടെ കുടുംബം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. മഴക്കാലത്തുണ്ടാവുന്ന തൊഴിൽ ദൗർലഭ്യം, പിന്നെന്താണ് സ്ഥിര വരുമാനത്തിന്റെ അഭാവം, പിന്നെ ആ കുട്ടിക്ക് അത് കാരണം ഉണ്ടായ മാനസിക ബുദ്ധിമുട്ട് വേറെ, അല്ലെ. അപ്പൊ കുടുംബത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്തൊരവസ്ഥയാണ് അവർക്ക് ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെ കണ്ടോ, പണം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന് കടം വാങ്ങാതിരിക്കാനോ കൃത്യസമയത്ത് കടം വീട്ടാനോ കഴിയുമായിരുന്നു. പണം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പണം ഉള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന ധാരാളം ആളുകളെ എനിക്ക് അറിയാം. അപ്പൊ ആ കുട്ടിയുടെ ഒരു ചിന്തകളാണ്, അല്ലെ. അപ്പൊ തന്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ് എന്നാണ് അനു ഇവിടെ ചിന്തിക്കുന്നത്. പണത്തിന്റെ ലഭ്യതക്കുറവ് മാത്രമാണ് തന്റെയും കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് അനു കണ്ടെത്തുന്നത്. വ്യക്തിപരമായ കാരണങ്ങളാണ് താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്നാണ് അനു കരുതുന്നത്. എന്തുകൊണ്ടാണ് അനു ഇത്തരത്തിൽ ചിന്തിക്കുന്നതെന്ന് കുട്ടികളോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ വരുന്നത് മറ്റൊരു പോയിന്റിലേക്കാണ്. വ്യക്തിപരമായ പ്രശ്നത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ പലരും ആശ്രയിക്കുന്നത് സാധാരണയായി കാണുന്ന കാര്യങ്ങളെയാണ്. വ്യക്തികൾ തങ്ങളുടെ മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങളുടെയും അനുഭവങ്ങളിലൂടെയും ചിലർ വ്യക്തിഗത പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തും. സമൂഹീകരണ പ്രക്രിയയിലൂടെ ലഭിച്ച അറിവുകളും ശീലങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ചിലർ വ്യക്തിഗത പ്രശ്നങ്ങളെ പൊതുവെ സമീപിക്കാറുള്ളത്. ഇത്തരം സാമാന്യ ബോധജ്ഞാനത്തിന്റെ, അതായത് കോമൺ സെൻസ് നോളജിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തികൾ പലപ്പോഴും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോ എന്താണ് സാമൂഹിക ജ്ഞാന ബോധം അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജ് എന്നാണ് നമ്മൾ ഇവിടെ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സാമാന്യ ബോധ ജ്ഞാനം, കോമൺ സെൻസ് നോളജ് നോക്കാം. വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണയാണ് സാമാന്യ ബോധജ്ഞാനം അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജ്. എന്താണ്? വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണ, അതാണ് എന്ത്? സാമാന്യ ബോധജ്ഞാനം അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കിയേ, ഈ അറിവുകൾ ഔപചാരിക അറിവുകളല്ല, അനുമാനങ്ങളോ ദൈനംദിന പ്രായോഗിക അറിവുകളോ ആയിരിക്കും. സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന ധാരണ ദൈനംദിന പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ അറിവാണ്. അതുപോലെ തന്നെ തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന അറിവ് തീയുടെ അപകട സാധ്യതയെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണയാണ്. അപ്പൊ പറഞ്ഞു വന്നത് എന്താണ്? സാമാന്യ ബോധജ്ഞാനം അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ്. വ്യക്തികളുടെ അനുഭവങ്ങളിലൂടെ ആവാം, പൊതുനിരീക്ഷണത്തിലൂടെ ആവാം, അതുപോലെ സാമൂഹികരണത്തിലൂടെയും ആർജിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ വ്യക്തിഗത അനുഭവങ്ങളിലൂടെ, നിരീക്ഷണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും സാമൂഹികരണത്തിലൂടെയും പഠിച്ചെടുക്കുന്നതാണ് എന്ത്? സാമാന്യ ബോധജ്ഞാനം അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ കാര്യങ്ങളാ പറഞ്ഞത്? സാമാന്യ ബോധജ്ഞാനം അല്ലെ കോമൺ സെൻസ് നോളജ് എന്നാൽ എന്താണെന്ന് പറഞ്ഞു. എന്താണ്? ഒന്നുകൂടി നോക്കാം. വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങള്, സാമൂഹിക ഇടപെടലുകള്, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തി ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണയാണ് സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ
ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെ സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഈ ഡെഫിനേഷനിൽ തന്നെ പറയാം, വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ, സാമൂഹിക ഇടപെടലുകളിലൂടെ, സാമൂഹിക അറിവുകളിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ, സാമൂഹികരണത്തിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാമാന്യ ബോധജ്ഞാനം, കോമൺ സെൻസ് നോളജ് ഡെവലപ്പ് ചെയ്യും, അല്ലെ. ഇനി അടുത്തത് എന്താണ് സാമൂഹിക പ്രശ്നം? ഈ ബോക്സ് ഒന്ന് നോക്കാം. സാമൂഹിക പ്രശ്നം അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലം സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവസ്ഥ, അതിനെയാണ് എന്ത് പറയുന്നത്, സാമൂഹിക പ്രശ്നം അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത്. സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവസ്ഥയാണ് സാമൂഹിക പ്രശ്നം. ഒരു വ്യക്തിയെയോ ഏതാനും വ്യക്തികളെയോ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങളായി കണക്കാക്കാറില്ല. സമൂഹത്തിന് അഭികാമ്യമല്ലാത്തതോ ഹാനികരമോ ആയി സാമൂഹിക പ്രശ്നത്തെ കണക്കാക്കുന്നു. ദാരിദ്ര്യം, അസമത്വം, വിവേചനം, പരിസര മലിനീകരണം ഇവയെല്ലാം എന്തിനുദാഹരണമാണ്? സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ സാമൂഹിക പ്രശ്നങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. ദാരിദ്ര്യം, അസമത്വം, വിവേചനം, പരിസര മലിനീകരണം എന്നിവയെല്ലാം സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ സമൂഹത്തിലെ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഏതാനും വ്യക്തികളെയോ മാത്രം ബാധിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ സാമൂഹിക പ്രശ്നമായിട്ട് കണക്കാക്കുന്നില്ല. മറിച്ച് സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവസ്ഥ, അതിനെയാണ് സാമൂഹിക പ്രശ്നം അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ പ്രോബ്ലം എന്ന് പരിഗണിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ സാമൂഹിക പ്രശ്നം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത ഈ ഒരു പോയിന്റിലേക്ക് വരാം. സാമാന്യ ബോധജ്ഞാനവും സാമൂഹിക വിശകലനവും രണ്ടും കൂടി ഒന്ന് പഠിക്കാം. കോമൺ സെൻസ് നോളജും സാമൂഹിക വിശകലനം, സോഷ്യൽ അനാലിസിസും. നമ്മൾ നോംസ് എന്താണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അല്ലെ. വഴക്കങ്ങൾ അല്ലെങ്കിൽ നോംസ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. എന്താണ്? വ്യക്തികൾക്ക് സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് അവരുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ദൈനംദിന ധാരണകളിലൂടെയും ശീലങ്ങളിലൂടെയും അറിവുകളിലൂടെയും ഒക്കെയാണ്, അല്ലെ. വഴക്കങ്ങൾ, ശീലങ്ങൾ, വിശ്വാസങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇത് രൂപം കൊള്ളുന്നത്. പലപ്പോഴും ഇതിനു പിന്നിലെ മറ്റു വസ്തുതകൾ പരിശോധിക്കപ്പെടാറില്ല. കടബാധ്യത എന്ന സാമൂഹിക പ്രശ്നമാണ് അനുവും കുടുംബവും നേരിടുന്നത് നമ്മൾ കണ്ടു. ഈ സാമൂഹിക പ്രശ്നത്തെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം വിശകലനം ചെയ്താൽ അതിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെ പൂർണ്ണമായി കണ്ടെത്താനായിട്ട് സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടുത്തെ പോയിന്റ് നമുക്കൊന്ന് പറയാം. സാമാന്യ ബോധജ്ഞാനവും സാമൂഹിക വിശകലനവുമാണ് വ്യക്തികൾക്ക് സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അവരുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ദൈനംദിന ധാരണകളിലൂടെയും ശീലങ്ങളിലൂടെയും അറിവുകളിലൂടെയാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ള നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ വഴക്കങ്ങൾ, വിശ്വാസങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ കോമൺ സെൻസ് നോളജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഇതിന് പിന്നിലെ മറ്റു വസ്തുതകളൊന്നും പരിശോധിക്കപ്പെടാറില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഡെഫിനേഷൻ മാത്രമായിട്ട് പഠിച്ചാൽ നമുക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾ, അനുവിന്റെ എക്സാമ്പിൾ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു പോകുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ് നോക്കിയേ, ആ അനു എന്ന കുട്ടിയുടെ കുടുംബത്തിന് കടബാധ്യതകളുണ്ട്, അല്ലെ. അപ്പൊ കടബാധ്യത എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ് എന്നാണ് ആ ഒരു സാമൂഹിക പ്രശ്നമാണ് അനുവും കുടുംബവും നേരിടുന്നത്. അപ്പൊ ഈ സാമൂഹിക പ്രശ്നത്തെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം വിശകലനം ചെയ്താൽ അതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെ പൂർണ്ണമായി കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ അനുവിന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ പലതാവാം. അപ്പൊ ഒരു വ്യക്തി ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ വ്യൂ പോയിന്റിൽ നിന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ദാരിദ്ര്യം അനുഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സ്ഥിരമായിട്ടുള്ള ഒരു ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ദാരിദ്ര്യം ഉണ്ടായിരിക്കും, അല്ലെ. വരുമാനത്തിന് ഒരു മാർഗമില്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർ വർക്കോളിക് അല്ല, അല്ലെങ്കിൽ അവർക്ക് മടിയാണ്, അലസതയാണ്, തൊഴിൽ ചെയ്യാനുള്ള ആഗ്രഹം ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. മീൻസ് നമ്മുടെ കുടുംബത്തിന് ദാരിദ്ര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ദാരിദ്ര്യത്തിന് കാരണമെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. പിന്നെ വ്യക്തിപരമായിട്ടുള്ള പരാജയം എന്ന് ഉദ്ദേശിച്ചാൽ, അതായത് എന്താ പറയണ്ടേ, ഒരുപാട് പഠിച്ചിട്ട് നമ്മൾ വിചാരിച്ചൊരു ജോലി കിട്ടിയില്ല, കിട്ടിയ ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ല, അത് ചെയ്യാനുള്ള അലസതയുണ്ട്. അപ്പൊ അതൊക്കെ കുടുംബത്തിനെ നെഗറ്റീവായിട്ട്, കുടുംബത്തിന്റെ വരുമാനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ വ്യക്തിപരമായ പരാജയം മാത്രമാണ് ദാരിദ്ര്യത്തിന് കാരണമെന്ന് പലരും കരുതുന്നുണ്ട്. ഇത്തരം അറിവുകൾ രൂപീകൃതമാവുന്നത് സാമാന്യ ബോധജ്ഞാനത്തിലൂടെയാണ്. ഇനി സാമാന്യ ബോധജ്ഞാനം ഉണ്ടാവുന്നത് എങ്ങനെയൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, വ്യക്തിഗത അനുഭവത്തിലൂടെ, പൊതു നിരീക്ഷണത്തിലൂടെ, പിന്നെന്താണ്, സാമൂഹികരണത്തിലൂടെ, സാംസ്കാരിക അറിവിലൂടെ എന്നൊക്കെ നമ്മൾ ഈ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ. അത് തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ, പിന്നെന്താണ്, സാമൂഹികരണം, പൊതു നിരീക്ഷണം, ഇതൊക്കെ എന്തിനു വരുന്നതാണ്? നമ്മുടെ ഈ പറഞ്ഞ പോയിന്റ്, സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞതിന്റെ ഉത്തരവാണ്. ഓക്കെ.
ഇനി സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകളെ നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾക്കായിട്ട് എല്ലായ്പ്പോഴും ആശ്രയിക്കാനായിട്ട് പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. കാരണം എന്താണ്, ഈ പറഞ്ഞ പോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ, പൊതുനിരീക്ഷണങ്ങൾ, പിന്നെ സാമൂഹികരണം എന്നൊക്കെ പറയുന്നത് വ്യക്തികളെ സംബന്ധിച്ച് ഡിപ്പെൻസ് ആണ്, അല്ലെ? പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. ഒരാളുടെ കാഴ്ചപ്പാട് ആയിരിക്കില്ല മറ്റൊരാളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പോ ദൈനംദിന ധാരണ അല്ലെ ദൈനംദിനമായിട്ട് അവൻ കടന്നു പോകുന്ന ചുറ്റുപാടുകളെ അപേക്ഷിച്ചിട്ടാണ് അവന്റെ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അറിവ്, ഒരു ഔപചാരികമായിട്ടുള്ള അറിവല്ല. അത് ചിലപ്പോൾ അനുമാനങ്ങളായിരിക്കാം, ഒബ്സർവേഷൻ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോമൺ സെൻസ് നോളജിലൂടെ ലഭിക്കുന്ന അറിവുകൾ നമ്മുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ അതാണ് ഈ നമ്മൾ എക്സാമ്പിളിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, കാലാവസ്ഥാ വ്യതിയാനം സ്വാഭാവികമായി സംഭവിക്കുന്നു, മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള ഒരു കോമൺ സെൻസ് നോളജ്. ഇനി അടുത്തത്, അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ. ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് ആണ് ഈ പറയുന്നത്. ഇനി കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരുമാണ്. വയറ് നിറച്ച ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. താൽക്കാലിക വീടുകൾ നൽകിയാൽ പാർപ്പിടമില്ലായ്മ പരിഹരിക്കാം. അപ്പൊ ഈ പ്രസ്താവനകളൊക്കെ പൂർണ്ണമായും ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ചില കാര്യങ്ങളൊക്കെ പാർഷ്യലി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ ഒബ്സർവേഷൻ ആണ്, അല്ലെ? അപ്പൊ നോക്കിയേ, ഫസ്റ്റ് പോയിന്റ്, കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കാതെ മനുഷ്യർക്ക് പങ്കില്ല എന്ന് പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭൂമിയിൽ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആഗോള താപനം, വരൾച്ച, അല്ലെ? അങ്ങനെ പല പല കാര്യങ്ങൾ, ഡ്രോട്ടാണല്ലോ വരൾച്ച, വെള്ളപ്പൊക്കം, അങ്ങനെ പല പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. മനുഷ്യരുടെ ഏതെല്ലാം പ്രവർത്തികളാണ് ആഗോള താപനത്തിന് കാരണമാകുന്നത്? പ്ലാസ്റ്റിക് കത്തിക്കൽ, അല്ലെ? എയർ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. അതുവഴി എന്താണ്, നമ്മുടെ അന്തരീക്ഷത്തിലെ ആ ഒരു ഗ്യാസ് അല്ലെങ്കിൽ ആ ഒരു വായു സംരചനയിൽ ഉണ്ടാവുന്ന, അന്തരീക്ഷ വായുവിലെ സംരചനയിൽ ഉണ്ടാവുന്ന വ്യതിയാനം കാരണം ആഗോള താപനത്തിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോള താപനത്തിനുമെല്ലാം പിന്നിൽ മനുഷ്യരുടെ പ്രവർത്തികൾക്ക് പങ്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന സാമാന്യ ബോധജ്ഞാനം അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കോമൺ സെൻസ് നോളജിന്റെ ബേസിസിൽ മാത്രമാണ് പറയുന്നത്. അത് പലപ്പോഴും ഔപചാരികമായ അറിവല്ല. അത് ഓരോ വ്യക്തിയുടെ നിരീക്ഷണവും അവന്റെ ദൈനംദിന ചുറ്റുപാടുമായി ബന്ധപ്പെടുത്തി അവൻ ബിൽഡ് ചെയ്തെടുക്കുന്ന കുറെ നോളജുമാണ്. അത് പലപ്പോഴും ശരിയായിക്കൊള്ളണം എന്നില്ല. അതാണ് പറഞ്ഞു വന്നത്. സാമാന്യ ബോധജ്ഞാനത്തിലൂടെ, കോമൺ സെൻസ് നോളജിലൂടെ ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും ഭാഗികമാണ്. അവന്റെ അനുഭവത്തിൽ നിന്ന് മാത്രം അവൻ ബിൽഡ് ചെയ്യുന്ന കൺസെപ്റ്റുകളാണ് ഈ ഒരു കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഒഫീഷ്യൽ ആവില്ല. അവന്റെ ഒബ്സർവേഷനിലൂടെ മാത്രമാണ്. അവന്റെ ഒബ്സർവേഷൻ പലപ്പോഴും ശരിയായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും ഭാഗികമാണ്. ഇനി മറ്റൊരു ചിന്ത നോക്കിയേ, അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ എന്നൊരു പ്രസ്താവന. അപ്പൊ ഇതെല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല. അപ്പൊ ഓരോരുത്തരുടെയും മെന്റൽ എബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ? ചിലർക്ക് പെട്ടെന്ന് നമ്മൾ ഒരു ക്ലാസ് എടുത്താൽ ആ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ ആ ടീച്ചറിനേക്കാൾ കൂടുതൽ ഡെപ്തിൽ അവൻ പഠിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. ചിലരെ സംബന്ധിച്ച് ആ ടീച്ചറുടെ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ 2 or 3 തവണ കണ്ടാൽ മാത്രമായിരിക്കും അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റുക. ചിലർക്ക് ഉറക്ക വായിച്ച് പഠിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക, ചിലർക്ക് സൈലന്റ് റീഡിംഗ് ആയിരിക്കും, ചിലർക്ക് എഴുതി പഠിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക, അല്ലെ? മറ്റു ചില കുട്ടികളുണ്ട് ഒരുപാട് സമയം ഇരുന്ന് പഠിക്കാൻ താല്പര്യമില്ലാത്തവര്. അവരെങ്ങനെയാണ്? അവരെ സംബന്ധിച്ച് ജസ്റ്റ് 10 മിനിറ്റ് ഇരുന്നാൽ ആ 10 മിനിറ്റ് അവൻ എന്ത് ചെയ്യും? കാര്യക്ഷമമായി ഉപയോഗിക്കും. 1 മണിക്കൂർ ഇരിക്കുന്നതും 10 മിനിറ്റ് ഇരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല ആ സമയത്ത്, അല്ലെ? ഓരോരുത്തരുടെയും പഠന മികവ് വ്യത്യസ്തമായിരിക്കും, പഠന രീതി വ്യത്യസ്തമായിരിക്കും. സംഘം ചേർന്ന് പഠിക്കുന്നവരുണ്ടായിരിക്കും, വലിയ ഒച്ചയിൽ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടിരുന്ന് പഠിക്കുന്നവരുണ്ടാവും, കൃത്യമായ ഇടവേളകളും വിശ്രമങ്ങളും എടുത്തുകൊണ്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രസ്താവന കേവലം ഊഹാപോഹങ്ങളിൽ നിന്നോ ശീലങ്ങളിൽ നിന്നോ ഉരുത്തിരിയുന്ന സാമാന്യ ബോധജ്ഞാനമാണെന്ന് മനസ്സിലാക്കുക. സാമാന്യ ബോധജ്ഞാനം ഊഹാപോഹങ്ങളെയും ശീലങ്ങളെയും ആശ്രയിക്കുന്നു. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും എന്തായിരിക്കും? ഭാഗികമായിരിക്കും എന്ന് പറഞ്ഞു, അല്ലെ? സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും എന്തായിരിക്കും? ഭാഗികമായിരിക്കും. അപ്പൊ അടുത്ത പോയിന്റ്, സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന പല കാര്യങ്ങളും ഭാഗികമാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഊഹാപോഹങ്ങളെയും ശീലങ്ങളെയും ആശ്രയിച്ചാണ് സാമാന്യ ബോധജ്ഞാനം ഉള്ളത്. ഇനി അടുത്തത്, കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരാണ് എന്നൊരു സാമാന്യവൽക്കരിച്ച വിശ്വാസമുണ്ട്. ഇത്തരം സാമാന്യവൽക്കരിച്ച വിശ്വാസങ്ങളെയോ ആശയങ്ങളെയോ ആണ് വാർപ്പ് മാതൃക അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പ് എന്ന്
പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് സ്റ്റീരിയോടൈപ്പിനെ കുറിച്ച്. ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ വാർപ്പ് മാതൃകയിൽ ഊന്നിയ പ്രസ്താവനയാണ് ഇതെന്ന് കാണാം. ഈ വാർപ്പ് മാതൃക എല്ലാ കൗമാരക്കാരും നിയമങ്ങൾ അവഗണിക്കുന്നവരാണെന്നും ഉത്തരവാദിത്തം പ്രകടിപ്പിക്കാത്തവരാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. വാസ്തവത്തിൽ കൗമാരക്കാർ വൈവിധ്യമാർന്ന ഒരു കൂട്ടമാണ്. പലരും ഉത്തരവാദിത്ത ബോധവും പരസ്പര ബഹുമാനവും പുലർത്തുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇത്തരം വാർപ്പ് മാതൃകയിൽ ഊന്നിയ പ്രസ്താവനകൾ കൗമാരക്കാരോടുള്ള വിശ്വാസക്കുറവിലേക്ക് നയിക്കുന്നു. കൂടാതെ അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള തെറ്റായ അനുമാനങ്ങൾക്കും ഇത് ഇടയാക്കുന്നു. ഇത്തരത്തിൽ സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് കൂടി നോക്കുക. അപ്പോൾ ഓരോ എക്സാമ്പിൾ തന്നിട്ട് അതിൽ നിന്ന് നമ്മളൊരു പോയിന്റിലേക്ക് വരികയാണ്. സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും സ്റ്റീരിയോടൈപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇനി അടുത്ത, വയറ് നിറച്ച ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറയുന്ന ഒരു കോമൺ സെൻസ് നോളജ് ഉണ്ട്. പോഷകാഹാരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാതെ ദൈനംദിന നിരീക്ഷണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഉണ്ടാവുന്നത്. അപ്പൊ പ്രത്യേകിച്ചും പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനോട് പറയാറുണ്ട്, എന്താ നീ ഇപ്പൊ എന്ത് ചെയ്യണം, 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം. അപ്പൊ അതൊക്കെ എന്താണ്, ഒരു കോമൺ സെൻസ് നോളജിന്റെ ബേസിസിൽ പറയുന്നതാണ്. അപ്പോ സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല രൂപീകൃതമാകുന്നത്. ഓക്കെ, അപ്പോ സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, പാർപ്പിടമില്ലായ്മ എന്ന പ്രശ്നത്തെ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ സമീപിച്ചപ്പോൾ എന്താണ്, താൽക്കാലികമായിട്ടുള്ള ഒരു പാർപ്പിടം കൊടുക്കുകയാണെങ്കിൽ ഈ പാർപ്പിടമില്ലായ്മയ്ക്ക് ഒരു പരിഹാരമാകുമെന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ സാമാന്യ ബോധജ്ഞാനം ഉപയോഗിച്ച് വ്യക്തിഗത പ്രശ്നങ്ങളെയോ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെയോ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത്. സാമാന്യ ബോധജ്ഞാനം ഉപയോഗിച്ച് വ്യക്തിഗത പ്രശ്നങ്ങളെയോ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെയോ പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ നമ്മൾ പഠിച്ചു വന്നത് എന്താണ്, സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതികളാണ് നമ്മൾ ഈ എക്സാമ്പിളിലൂടെ പഠിച്ചത്. ഏറ്റവും ആദ്യം എന്താ പറഞ്ഞത്, ഭാഗികമായിട്ടുള്ള അറിവുകൾ അല്ലെ, ഭാഗികമായിട്ടുള്ള അറിവുകൾ മാത്രമാണ് ആര് നൽകുന്നത്, കോമൺ സെൻസ് നോളജ് നൽകുന്നത്. അപ്പൊ അതതിന്റെ പോരായ്മയായിട്ട് പറയാം. കൂടാതെ ശീലങ്ങളെയോ ഊഹാപോഹങ്ങളെയോ ആശ്രയിക്കുന്നു. വാർപ്പ് മാതൃകകൾ സ്റ്റീരിയോ ടൈപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ കൺസെപ്റ്റും പറയുന്നത്. ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അല്ല. ഇനി സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ഒരു ക്വസ്റ്റ്യൻ നല്ല സ്കോപ്പ് ഉള്ള ഒരു ചോദ്യമാണ് ഇത് കേട്ടോ. എന്താണ്, സാമാന്യ ബോധജ്ഞാനം കോമൺ സെൻസ് നോളജിന്റെ പരിമിതികൾ എന്തൊക്കെ, ഡ്രോബാക്സ് എന്തൊക്കെ, ഒന്നുകൂടെ നോക്കാം. ഭാഗികമായ അറിവുകൾ മാത്രം നൽകുന്നു. ശീലങ്ങളെയോ ഊഹാപോഹങ്ങളെയോ ആശ്രയിക്കുന്നു. വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കുന്നു. ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അല്ല. സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. എത്ര പോയിന്റ് ഉണ്ട്, 5 പോയിന്റ് ഉണ്ട്. അപ്പൊ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമായി നിങ്ങൾ മുന്നിൽ കാണുക. ഈ ഒരു 5 പോയിന്റ് കൃത്യമായി മനസ്സിലാക്കുക. സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതികൾ എന്തൊക്കെ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. ഇനി അനുവിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, അതിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആദ്യം നോക്കിയേ, അനുവിന്റെ കുടുംബത്തിന് സ്ഥിരമായ വരുമാന സ്രോതസ്സുകളില്ല. അതെന്താണ്, ഒരു സാമ്പത്തിക പ്രശ്നമാണ്. അടുത്തത്, കാലാവസ്ഥ മാറുന്നതനുസരിച്ച് വരുമാനം വ്യത്യാസപ്പെടുന്നു. പാരിസ്ഥിതികമാണ് അല്ലെ, മഴക്കാലാവുമ്പോൾ അച്ഛന് ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് വരുമാനം വ്യത്യസ്തപ്പെടുന്നു, പാരിസ്ഥിതിക പ്രശ്നമാണ്. മഴക്കാലത്തുള്ള തൊഴിലില്ലായ്മ, ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ബദൽ സംവിധാനം ഒരുക്കി സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നതിൽ ഭരണകൂടത്തിന്റെ പരിമിതി. ഭരണപരമായിട്ടുള്ള കാര്യങ്ങള്, വിഭിന്ന ഭൂമിശാസ്ത്ര മേഖലകളിൽ ജീവിക്കുന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അസമാനതകളാണ് എന്നും പറയാം. അതായത് ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, സാമ്പത്തികം, പാരിസ്ഥിതികം, ഭരണപരം, ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ, ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ അനുവിന്റെ കുടുംബത്തിന്റെ ഈ ഒരു ദാരിദ്ര്യത്തിന് കാരണമായിട്ട് നമുക്ക് കാണാം. പണത്തിന്റെ ദൗർലഭ്യം മാത്രമല്ല അനുവിന്റെ പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളെന്നും നിരവധിയായ മറ്റ് സാമൂഹിക ഘടകങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ആ സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഓരോ എക്സാമ്പിൾ, അനു എന്നൊരു കുട്ടിയുടെ കുടുംബത്തിന്റെ അവസ്ഥ പരിഗണിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരികയാണ്. അപ്പൊ സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണ്, വ്യക്തികളുടെ പെരുമാറ്റം, മനോഭാവം, അവസരങ്ങൾ,
തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയെ സ്വാധീനിക്കുന്ന സമൂഹത്തിന്റെ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക ഘടകങ്ങൾ. അപ്പൊ സാമൂഹിക ഘടകങ്ങളെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് പറയുന്നത്. വ്യക്തികളുടെ പെരുമാറ്റം, മനോഭാവം, അവസരങ്ങൾ, തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയെ സ്വാധീനിക്കുന്ന സമൂഹത്തിന്റെ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക ഘടകങ്ങൾ. അപ്പൊ നോക്കിയേ, കുടുംബം, വിദ്യാഭ്യാസം, സമപ്രായ സംഘങ്ങൾ, മതം, ജാതി വ്യവസ്ഥ, സാമ്പത്തിക നില, പരിസ്ഥിതി, സാംസ്കാരിക വഴക്കങ്ങൾ, മൂല്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയം, സാങ്കേതിക വിദ്യ, മാധ്യമങ്ങൾ ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോ സാമൂഹിക ഘടകം എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ്? വ്യക്തികളുടെ പെരുമാറ്റം, മനോഭാവം, അവസരങ്ങൾ, തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയെ സ്വാധീനിക്കുന്ന സമൂഹത്തിന്റെ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക ഘടകങ്ങൾ. ഇതില് കുടുംബം, വിദ്യാഭ്യാസം, സമപ്രായ സംഘങ്ങള്, മതം, ജാതി വ്യവസ്ഥ, സാമ്പത്തിക നില, പരിസ്ഥിതി, സാംസ്കാരിക വഴക്കങ്ങൾ, മൂല്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയം, സാങ്കേതിക വിദ്യ, മാധ്യമങ്ങൾ ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സാമൂഹിക ഘടകങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ സാമൂഹിക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ ലിസ്റ്റ് തന്നെയുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ ഇതെല്ലാം വ്യക്തിയുടെ പെരുമാറ്റത്തെയും അവന്റെ മനോഭാവത്തെയും അവന്റെ അവസരങ്ങളെയും തെരഞ്ഞെടുപ്പിനെയും എല്ലാം സ്വാധീനിക്കുന്ന സാമൂഹിക ഘടകങ്ങളാണ്. അപ്പൊ നോക്കിയേ, സാമൂഹിക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബം, വിദ്യാഭ്യാസം, സമപ്രായ സംഘങ്ങൾ, മതം, ജാതി വ്യവസ്ഥ, സാമ്പത്തിക നില, പരിസ്ഥിതി, സാംസ്കാരിക വഴക്കങ്ങൾ, മൂല്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയം, സാങ്കേതിക വിദ്യ, മാധ്യമങ്ങൾ ഇതെല്ലാം ഇതിൽ ഈ ഒരു ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു, സാമൂഹിക ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ചിത്രത്തില്, ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തില് ഇത് നിരീക്ഷിച്ച് ഓരോന്നിനും സൂചിപ്പിച്ചിട്ടുള്ള വ്യക്തിഗത പ്രശ്നങ്ങളും അവയെ സ്വാധീനിക്കുന്ന സാമൂഹിക ഘടകങ്ങളും പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വ്യക്തിഗത പ്രശ്നത്തില് എന്താണ്? ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? പഠനഭാരമാണ്. ആ കുട്ടി അനുഭവിക്കുന്ന പഠന ഭാരമാണ്. ആ പഠനഭാരത്താലുള്ള മാനസിക സംഘർഷമാണ് അല്ലെ? അപ്പോ സാമൂഹിക ഘടകം എന്ന് നമുക്ക് പറയാവുന്ന എന്താണ്? കോമ്പറ്റീഷൻ. ഇനി രണ്ടാമത്തെ ചിത്രത്തില് ജോലി ഒഴിവുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ അവിടെ എന്താണ്? അഭ്യസ്ത വിദ്യരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണത്തിലുള്ള വർധനവും തൊഴിലില്ലായ്മയാണ് ആ രണ്ടാമത്തെ ചിത്രത്തിലെ പ്രശ്നമായിട്ട് നമുക്ക് കാണുന്നത്. അപ്പൊ അവിടുത്തെ സാമൂഹിക ഘടകം എന്ന് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസ പുരോഗതി തന്നെയാണ്. ഇനി മൂന്നാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോൾ രോഗങ്ങൾ കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, രോഗിയുടെ അവസ്ഥയാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് അവിടുത്തെ സാമൂഹിക ഘടകം എന്ന് പറയുന്നത്. ആണല്ലോ. ഇനി ഇവിടെ നോക്കിയേ, വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിൽ നിരവധി സാമൂഹിക ഘടകങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. ഈ ഒരു ടേബിളിലൂടെ നമുക്കത് മനസ്സിലായി. ഈ ഘടകങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ സാമൂഹിക പ്രശ്നങ്ങളുടെ കാര്യകാരണ ബന്ധം, കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പും പ്രത്യാഘാതങ്ങളും തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന പരിശോധന പ്രക്രിയയാണ് സാമൂഹിക വിശകലനം, സോഷ്യൽ അനാലിസിസ്. അപ്പൊ എന്താണ് സോഷ്യൽ അനാലിസിസ്? സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വിശകലനം അല്ലെങ്കിൽ സോഷ്യൽ അനാലിസിസ്. ഇനി ഇങ്ങനെ സോഷ്യൽ അനാലിസിസ് ചെയ്യുമ്പോൾ വിവിധ സാമൂഹിക സാഹചര്യങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുന്നതിനും അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം നൽകാനും സാധിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ സാമൂഹിക വിശകലനം അല്ലെങ്കിൽ സോഷ്യൽ അനാലിസിസ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നു അല്ലെ എന്ന പരിശോധന, അതാണ് സോഷ്യൽ അനാലിസിസ്. അപ്പൊ ഈ ഒരു ഭാഗം സോഷ്യൽ അല്ലെ സാമൂഹികം എന്നുള്ള വാക്കുകളൊക്കെ ആവർത്തിക്കുമ്പോൾ ഒരു ആവർത്തന വിരസതയും നിങ്ങൾക്കൊരു ബോറിങ്ങും തോന്നിയേക്കാം. രക്ഷയില്ല, ഈ ഒരു ഭാഗം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് സാമൂഹിക ശാസ്ത്ര സങ്കല്പത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സമൂഹ ശാസ്ത്രം എന്താണെന്ന് ആദ്യം നോക്കാം. സോഷ്യോളജി അല്ലെങ്കിൽ സമൂഹ ശാസ്ത്രം എന്ത്? അപ്പോ സമൂഹത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹ ശാസ്ത്രം. സിമ്പിൾ ആയിട്ട് ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ സമൂഹ ശാസ്ത്രം, നമ്മുടെ സിലബസ് എടുത്ത് വെച്ച് നോക്കിയാൽ സമൂഹ ശാസ്ത്രം എന്നാണ് തന്നിരിക്കുന്നത്. അതിനടിയിലാണ് കുടുംബമൊക്കെ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഡിഫറെന്റ് പോയിന്റ്സ് തന്നിരിക്കുന്നത്.
അപ്പൊ സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് സമൂഹശാസ്ത്രം. സമൂഹശാസ്ത്രത്തിന് സമൂഹത്തിലെ ബന്ധങ്ങളെയും സാമൂഹിക സ്ഥാപനങ്ങളെയും ഘടനകളെയും നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും സാധിക്കുന്നു. സമൂഹശാസ്ത്രത്തിന്റെ ആദ്യകാല ചിന്തകരിൽ പ്രമുഖരായിരുന്നു കാൾ മാക്സ്, എമിൽ ദുർഖീം, മാക്സ് വെബർ തുടങ്ങിയവർ. സാമൂഹിക വിശകലനത്തിനായി സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സങ്കല്പങ്ങളാണ് സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടകങ്ങൾ എന്നിവ. ഇനി ഓരോന്നും എന്താണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങൾ, ഇടപെടലുകൾ, ഇതൊക്കെയാണ് എന്ത് സാമൂഹിക ബന്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വ്യക്തികൾ പരസ്പരം, ഒരു സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങളും ഇടപെടലുകളും ഒക്കെയാണ് സാമൂഹിക ബന്ധങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക ഘടനയും സാമൂഹിക സ്ഥാപനങ്ങളുമാണ്. ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ സഹകരണം, കരുതൽ, വാത്സല്യം തുടങ്ങിയവയും കൂട്ടുകാരുമായുള്ള സൗഹൃദങ്ങളിലൂടെ ലഭിക്കുന്ന ആഴമേറിയ ബന്ധങ്ങൾ, സമ്പർക്കങ്ങൾ, കൂട്ടായ്മ എന്നിവയെല്ലാം സാമൂഹിക ബന്ധങ്ങൾക്ക് ഉദാഹരണമാണ്. സോഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പൊ അടിസ്ഥാനപരമായിട്ടും എന്താണ്, നമുക്ക് കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന കുടുംബാംഗങ്ങളുടെ സഹകരണവും കരുതലും വാത്സല്യവും ഇതൊക്കെ എന്താണ് സാമൂഹിക ഒരു സ്ഥാപനം എന്ന നിലയിൽ കുടുംബത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറഞ്ഞത്. പിന്നെ പിയർ ഗ്രൂപ്പുമായിട്ടുള്ള റിലേഷൻ, സമ്പർക്കങ്ങൾ, കൂട്ടായ്മ ഇതൊക്കെ സാമൂഹിക ബന്ധത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്തത് പറയുന്നത് സാമൂഹിക സ്ഥാപനങ്ങൾ എന്താന്നുള്ളതാ. സാമൂഹിക ബന്ധങ്ങളെ സുസ്ഥിരമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമൂഹം സ്ഥാപിക്കുന്ന ക്രമങ്ങളുടെ ചട്ടക്കൂടാണ് സാമൂഹിക സ്ഥാപനങ്ങൾ. ഒന്നുകൂടെ നോക്കാം. സാമൂഹിക ബന്ധങ്ങളെ സുസ്ഥിരമാക്കാനും നിയന്ത്രിക്കാനും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമൂഹം സ്ഥാപിക്കുന്ന ക്രമങ്ങളുടെ ചട്ടക്കൂടാണ് എന്ത് സാമൂഹിക സ്ഥാപനങ്ങൾ. ഇവ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രവർത്തികളെയും പ്രവർത്തന രീതിയെയും ക്രമപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം പൊതുവായി അംഗീകരിക്കപ്പെട്ട മൂല്യങ്ങൾ സ്വാംശീകരിച്ച് അത് വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ പ്രതിഫലിപ്പിക്കുകയും സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നോക്കിയേ, കുടുംബം, വിദ്യാഭ്യാസം, മതം, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നീതിന്യായ സ്ഥാപനങ്ങൾ തുടങ്ങിയവയൊക്കെ സാമൂഹിക സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, പങ്ക്, നിലനിൽപ്പ്, ഉത്തരവാദിത്തം തുടങ്ങിയവയെ വിശദീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് സാമൂഹിക ഘടനയാണ്. സമൂഹത്തിലെ വഴക്കങ്ങൾ, ചട്ടങ്ങൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ്. സമൂഹത്തിന് ക്രമവും സ്ഥിരതയും നൽകാനായി ഒരു സാമൂഹിക ഘടന ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളോട് പറഞ്ഞു അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടന, കൂടാതെ എന്താണ് സാമൂഹിക ബന്ധങ്ങൾ, സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ സ്ട്രക്ചേഴ്സ്. അതിനെ കുറിച്ചാണ് ഈ ഒരു 3 ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി സമൂഹശാസ്ത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട 3 ടേംസ് ആണ് സോഷ്യൽ റിലേഷൻഷിപ്പ്. എന്താണ്? സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങൾ, ഇടപെടലുകൾ, അതൊക്കെയാണ് സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാമൂഹിക ബന്ധങ്ങളിൽ കുടുംബത്തിനും അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പിനും പിന്നെ നമ്മളുടെ കോണ്ടാക്റ്റുകൾ, മറ്റുള്ള കോണ്ടാക്റ്റുകൾക്കും പിന്നെ കൂട്ടായ്മകൾക്കും ഒക്കെ എന്തുണ്ട് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ സാമൂഹിക ബന്ധങ്ങളെ എന്ത് ചെയ്യുന്നു? സുസ്ഥിരമാക്കാനും നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് സമൂഹം സ്ഥാപിക്കുന്ന ക്രമങ്ങളുടെ ചട്ടക്കൂടിനെ സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നു. കുടുംബത്തിലൂടെയും വിവാഹം, മതം, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നീതിന്യായ സ്ഥാപനങ്ങൾ ഇതൊക്കെ എന്താണ് സാമൂഹിക സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഓരോ വ്യക്തികൾക്കും സമൂഹത്തിലുള്ള സ്ഥാനം, അവന്റെ പങ്ക്, നിലനിൽപ്പ്, ഉത്തരവാദിത്തം തുടങ്ങിയവ വിശദീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതാണ് സാമൂഹിക ഘടന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ഇങ്ങനെ ഇപ്പൊ അനു എന്ന് പറയുന്ന കുട്ടിയുടെ പ്രശ്നം പറയാണ്. അനു അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തി വിശകലനം ചെയ്യാനുള്ള നൈപുണിയാണ് സമൂഹശാസ്ത്ര സങ്കല്പം അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചു വെക്കേണ്ട ഒരു ഒരു വ്യക്തിയുടെ പേരാണ് ആര്? ചാൾസ് റൈറ്റ് മിൽസ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ചാൾസ് റൈറ്റ് മിൽസ് 1951 രചിച്ച ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന സങ്കല്പം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഈ ഒരു പേര്, ഇദ്ദേഹത്തിന്റെ പേരും ഈ ഒരു പുസ്തകത്തിന്റെ പേരും ഒന്ന് ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കുക.
ചാൾസ് റൈറ്റ് മിൽസ് 1959 രചിച്ച ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന സങ്കല്പം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. വ്യക്തിഗത പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹിക ഘടനയുടെ ഭാഗമായി കാണാൻ സഹായിക്കുന്ന ഒരു നൈപുണിയായിട്ടാണ് അദ്ദേഹം ഈ സങ്കല്പം മുന്നോട്ട് വെച്ചത്. വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും അടയാളപ്പെടുത്തുകയും അതിനെ വിശാലമായ നിരീക്ഷണത്തിലും വിശകലനത്തിനും വിധേയമാക്കി വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് സാമൂഹ ശാസ്ത്ര സങ്കല്പം വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നത്? വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശകലനം ചെയ്യാനുള്ള നൈപുണി, അതാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സങ്കല്പം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ചാൾസ് റൈറ്റ് മിൽസ് എന്ന വ്യക്തി 1959 അദ്ദേഹത്തിന്റെ ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലൂടെയാണ് ഇങ്ങനെ ഒരു സങ്കല്പം മുന്നോട്ട് വെക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എടുത്താൽ നിങ്ങൾ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണൂല്ല. ആ ഒരു ഏരിയ പഠിക്കാനുള്ള ഇഷ്ടവും പോകും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ പാർട്ട് 2 ക്ലാസ് നമ്മൾ തൊട്ട് അടുത്ത ദിവസം തന്നെ ചെയ്യും കേട്ടോ. ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ പാർട്ട് 2 നമ്മൾ തൊട്ടടുത്ത ദിവസം ചെയ്യാം. അപ്പോൾ ഈ അടുത്തൊരു ക്ലാസ്സോട് കൂടി ഒരു ചാപ്റ്റർ തീരും. പിന്നെ നമുക്ക് 10th സ്റ്റാൻഡേർഡിൽ മറ്റൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. 9th ചാപ്റ്റർ എന്താണ്? ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ. പേര് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് പരിചയമില്ലാത്ത ടേംസും ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് പഠിപ്പിച്ചാൽ ആകെ ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ലൈവിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെന്താണ്, നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നമ്മുടെ സ്റ്റഡി പ്ലാനുകളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. ഓക്കെ, എല്ലാത്തിന്റെയും ലിങ്ക് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. താങ്ക്